അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫത്തഖുല്ലാഹ ഇബാദല്ലാഹ്. പിർസത്തെ വിശ്വാസിമാരെ, ഇൽമ് ഉയർത്തപ്പെടുന്നത് ചൊന്നത് പണ്ഡിതമാരെ ആലിമീങ്ങളെ മരണത്തോടു കൂടി തെറ്റിക്കർ. ആലിമീങ്ങ മരിച്ചു പോകുമ്പോൾ പിന്നെ അതിന് നേതൃത്വം എടുക്കുന്നതായ ആൾമാർ അല്പജ്ഞാനിമാരായിട്ടുള്ള ആൾമാരെ ലൊലാലത്തിൽ കൊമ്പൈത്ത് എത്തുപാട്ടതായ അവസ്ഥങ്ങ എല്ലാം ഉണ്ടാവും. അള്ളാഹുറ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പഠിപ്പാട്ടിയതും അതേ രൂപത്തിലെത്തിക്കർ. നിങ്ങൾ നിന്ത് ഇൽമു ഉയർത്തപ്പെടും, അത് പണ്ഡിതന്മാരെ മരണത്തോടു കൂടി തെറ്റിക്കർ. അപ്പോൾ ഓരോ ആലിമും ഈ ദുനിയാവിൽ നിന്ന് മരിച്ചു പോകേണ്ടത് യഥാർത്ഥത്തിൽ ആ ഒരു ബെൽച്ച അത് ഇല്ലാണ്ട് അവർ എത്തിക്കർ. ഈ ഉമ്മത്തുക്ക് ആവശ്യമുള്ളത് ബെൽച്ച എത്തിക്കർ. അത് ഓരോ ആലിന്മാരും ഓരോ പണ്ഡിതന്മാരും മുഖാന്തരം എത്തിക്കർ. ആ ബെൽച്ച പ്രകാശമൈത്ത് നിൽക്കരുത്. ഓരോ ബെൽച്ചും കെട്ടുപോകുമ്പോഴത്തേക്കും ഓരോ ആലിമും മരിച്ചു പോകുമ്പോഴത്തേക്കും അത്രയേറെ പ്രകാശം എത്തിക്കർ ഇല്ലാണ്ട് ആവുന്നത്. കല്ലെ നാളിൽ കേട്ടതായ അത്യന്ത ദുഃഖകരമായ ഒരു വാർത്തയും അതെത്തിക്കർ. സൂര്യക്ക് സമാനമായിട്ടുള്ള ബെൽച്ച തന്നുകൊണ്ടിരുന്നതായ ബെൽച്ചത്തെ ആ ഒരു പ്രകാശ ഉള്ളതായ ഒരു വ്യക്തിത്വം മരിച്ചിട്ട് ചൊന്നതെത്തിക്കർ. ആലു ഷേഖ് റഹ്മുല്ല ചൊന്നു തറിയപ്പെട്ടതായ വ്യക്തിത്വം എത്തിക്കർ മരിച്ചു പോയത്. സൗദി അറേബ്യത്തെ ഉന്നത പണ്ഡിത സഭയെ ആ മെമ്പർ അയറ്റുന്നതും അതിലെ അമരക്കാരനയറ്റുന്നതായ, അതേപോലെ സൗദി അറേബ്യത്തെ ഗ്രാൻഡ് മുഫ്തി, അതല്ല മുസ്ലിം ഉമ്മത്തിലെ ഗ്രാൻഡ് മുഫ്തി തുല്യതായ ഷേഖ് അബ്ദുൽ അസീസ് ബിൻ അബ്ദില്ല ആലു ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി തിക്കർ മരിച്ചു പോയത്. ഷേഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹ്മത്തുള്ളാഹി അലൈഹി, അയാളെ ചരിത്രം കൊന്തില്ലാത്തങ്ങ ആറുമില്ല. ഇടീ ദുനിയാവുരെ നേരായ ഒരു എല്ലാ ഷിർക്കും ഖുറാഫാത്തും പ്രത്യേകിച്ചിട്ട് സൗദി അറേബ്യത്തിലെല്ലാം വലിയ ഒരു ബദലാവടക്കം വന്നതായ ഷേഖ് റഹ്മുള്ളരെ കുടുംബ പരമ്പരയിലെത്തിക്കർ ഇയാൾ ആ സന്താന പരമ്പരയിലെത്തിക്കർ ഇയാൾ ബണ്ടത്. അങ്ങനെ എത്തിക്കർ ആ കുടുംബத்துக்கு ചൊല്ലുற പേര് എത്തിക്കർ ആലു ഷേഖ്. ആ ഒരു അർത്ഥത്തിലെത്തിക്കർ ഇയാൾ ആലു ഷേഖ് ചൊന്നത്തെ അറിയപ്പെടുന്നത് 1362 സഫർ തിങ്കളിൽ അഥവാ 1943 സെപ്റ്റംബർ തിങ്കളിൽ എത്തിക്കർ ആലു ഷേഖ് റഹ്മുല്ല റിയാദിൽ പെത്തത്ത് പൂണ്ടത്. മാത്രമല്ല ഇത്ര വിഷയത്തെ എത്തിക്കർ അയാൾ മുന്നോട്ട് 1362 ഹിജറ വർഷത്തിൽ പെത്തതായ ആ വ്യക്തിത്വം അയാളെ 8ാമത്തെ വയസ്സിൽ അബ്ബ മരിച്ചു പോണ്ടു. മാത്രമല്ല 20ാമത്തെ വയസ്സിൽ തൻ്റെ കാഴ്ച ശക്തിയെ തനക്ക് അള്ളാഹു സുബ്ഹാനഹു തആല തന്നതായ ആ ദൃഷ്ടി നഷ്ടപ്പെട്ടു പോണ്ടതായ സാഹചര്യം ഉണ്ടാവും. ആയെങ്ക അയാളെ പിന്നെ ഉള്ളതായ ജീവനെല്ലാം ദീനുക വേണ്ടിത്ത് മാത്രമല്ല കാഴ്ച നഷ്ടപ്പെട്ടെങ്കും അത് ഉറക്കത്തും ഹൃദയത്തെ കാഴ്ച നഷ്ടപ്പെടാത്ത രൂപത്തിൽ കാത്തു സൂക്ഷിച്ചിട്ട് എത്രമാ ശിഷ്യന്മാരെ ഉണ്ടാക്കിയെടുത്തിട്ട് എത്രമാ കിതാബുങ്ങ രചനയാക്കിയിട്ട് മാത്രമല്ല എത്രമാ ആൾമാർക്ക് ഹിദായത്ത് കിട്ടുകയും കാരണമായി തീന്ത് ചൊന്നതെത്തിക്കർ. അതുമാത്രമല്ല അയാളെ വിഷയത്തിൽ നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാവുന്നത് അയാൾ ആക്കിയതായ സേവന ഈ ഉമ്മത്തുക്ക് അത്യന്ത മഹത്വമുള്ളതായ കുറേ സേവനങ്ങൾ ആക്കിയത് നമുക്ക് കാണുക സാധിക്കരുത്. 1402 പിടിച്ചിട്ട് ഹിജറ വർഷം 1402 പിടിച്ചിട്ട് 1436 ഏകദേശം 35-36 വർഷം അറഫ ഖുത്ബ നിർവഹിച്ചതായ ചരിത്രത്തിൽ ഇത്രയേറെ ദൈർഘ്യമായിട്ട് നിർവഹിച്ച ഒരു വ്യക്തിത്വം ഇക്കല ഇത്രയേറെ അറഫ ഖുത്ബ നിർവഹിച്ച വ്യക്തിത്വം എത്തിക്കർ ആലു ഷേഖ് റഹ്മത്തുള്ളാഹി അലൈഹി. മാത്രമല്ല ISIS തുടക്കത്തിൽ ഇത് ആധുനിക ഖവാരിജ്മാരായി തിക്കറാറ് ചൊന്നുത്തും മുസ്ലിം എനിക്ക് ആവുറതെല്ലാം ഇങ്ങനെ എതിരിൽ ഓരോ മുസ്ലിമും ഇങ്ങനെ എതിരിൽ എന്തെങ്കിലും ആക്കി തീർക്കൊണു ചൊന്നുത്തും ആ ഒരു അറഫ ഖുത്ബത്തിൽ കൊടുത്തതായ ആ ഒരു കര ഇപ്പം ഞങ്ങളെ മനസ്സിലുണ്ട്. അണ്ട് അയാളെ ഖുത്ബ അറഫ ഖുത്ബ ട്രാൻസ്ലേഷൻ ആക്കിയത് നാനൈത്തിക്കർ ബാരിൽ അതിന് നെനപ്പുണക്കും ഇപ്പമുണ്ട്. അതിൻ്റെ തുടക്കത്തിൽ ISIS തുടക്കത്തിൽ ഈ ഒരു പ്രഖ്യാപനം നടത്തിയതായ വ്യക്തിത്വ
ആയിത്തിക്കര് ചൊന്നതൈത്തിക്കര് എത്ര തക്വവും എത്ര തവാലും വിനയവും ഉള്ളതായ അള്ളാഹുരെ പേടിച്ചിട്ട് ചെയ്യരുതായ നല്ല ഒരു ആബിദായ ആലിമായ വ്യക്തിത്വമായി തിന്ത് അയാളെ ചരിത്രത്തിൽ കണ്ടത് 3-4 കുടുംബത്തുകു ഖുർആൻ കംപ്ലീറ്റ് ആയിട്ട് ഓതി തീർത്തോണ്ടിന്ത് ചൊന്നിട്ടും നമുക്ക് കാണുക സാധിക്കരുത്. ഷെയ്ഖ് ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹിരെ വഫാത്തിരെ പിന്നെ മരിക്കറോട് കൂടിയിട്ട് ഈ സൗദി അറേബ്യത്തെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ആലു ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹിരെ എത്തിക്കര്. അതേപോലെ നന്നെ സംബന്ധിച്ചിടത്തോളം അയാളെ കാണുകല്ലേ ഒരു ഭാഗ്യം കിട്ടിത്ത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ 2019 ഡിസംബർ തിങ്കളിൽ പോയതായ ആ ഒരു ആ സന്ദർഭത്തിൽ അയാളെ നേരിട്ട് കാണുകയും സലാം ചൊല്ലുകയും അയാളെ നസീഹത്ത് കേൾക്കുകയും ഭാഗ്യം കിട്ടിയ ഒരാളെ എത്തിക്കലാണ്. ഏതായെങ്കിലും ഇത്രയേറെ ദീനക്ക് വേണ്ടിയിട്ട് സേവനാക്കിയതായ വ്യക്തിത്വം ബഹള കൊറോടി എത്തിക്കര്. ഓരോ ഇങ്ങനത്തെ വ്യക്തിത്വം മരിച്ചു പോകുമ്പോഴത്തേക്കും ഞങ്ങൾ യാറെ ഇത്ത് പേടിക്കണായത് ഓരോ ഇൽമും ഇല്ലാണ്ടാവുമ്പോഴത്തേക്കും അത് പിന്നെ ഉണ്ടാവരുത് ആ ജാഗയിൽ സുൽമൈത്തിക്കര് ചൊന്നതൈത്തിക്കര്. മാത്രമല്ല അയാളെ മരണത്തോട് കൂടിയിട്ട് നഷ്ടം സംഭവിക്കുക പോണ്ടത് മുസ്ലിം ഉമ്മത്ത് കൈത്തിക്കര്. അയാളെ മരിക്കരുതായ ആ ഒരു സന്ദർഭത്തിൽ പോലും ഇൽമുറൊട്ടിಗೆ അത്യന്ത പിർസ അയാൾ ഗിന്ത് ചൊന്നതൈത്തിക്കര്. അയാൾ ഉഷാറില്ലാണ്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും ഇന്നലെ ഒരാൾ FBയിൽ എഴുതിയതായ ഒരു ലേഖന നക്ക് ഓതുക സാധിച്ചിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ പോലും അയാളെ ശിഷ്യന്മാർ അവിടെ വെച്ചിട്ട് കിതാബ് ഓതിത്ത് കേപ്പാട്ടിക്കൊണ്ടിന്നാറ് ചൊന്നതൈത്തിക്കര്. ഇതിന് മുന്നോളും അയാൾ ഉഷാറില്ലാണ്ട് ഹോസ്പിറ്റലിൽ ഇന്നപ്പം ഒരു ഫത്വവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളതായ ഒരു ചർച്ചയിൽ അല്ലെങ്കിട്ടായെങ്കിൽ അങ്ങനത്തെ ഒരു വിഷയത്തിൽ ആ ഹോസ്പിറ്റലിൽ ഇക്കര സന്ദർഭത്തിൽ പോലും അയാൾ അവിടെ ഫത്വ കൊടുത്തോണ്ടിരുന്നത് ചെന്നത്തും എല്ലാം കാണുക സാധിക്കരുത്. ഏത് അവസ്ഥയിൽ ഇന്നെങ്കും ദീനുമായിട്ട് നല്ലൊരു ബന്ധം എപ്പം ഉണ്ടാവണം ചെന്നത്തു ആഗ്രഹിച്ചതായ വ്യക്തിത്വം എത്തിക്കര്. ആ വ്യക്തിത്വം എത്തിക്കര് ആ ഒരു ബെൽച്ചെത്തിക്കര് കെട്ടുപോയത് ചൊന്നതെത്തിക്കര്. 2025 സെപ്റ്റംബർ 23 ഹിജറ വർഷം 1447 റബീൽ ആഖിർ 1 എത്തിക്കര് ഷെയ്ഖ് മരണ ചൊന്നത് വഫാത്ത് ചൊന്നത്. ഏതായെങ്കിലും അള്ളാഹു സുബ്ഹാനഹു തആല അയാൾ എല്ലാ ദോഷത്തെ മാഫാക്കി കൊടുത്തു അയാൾ എവിടെങ്കിലും ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിಗೆ കൂട്ടട്ട്. സഹോദരന്മാരെ, ആലിമീങ്ങ മരിക്കുമ്പോൾ നമുക്ക് അത്യന്ത പേടി ഉണ്ടാവണം. കാരണം നുപ്പാട്ട് ചൊന്നതുപോലെ കാരണം പിന്നെ ഉണ്ടാവരുത് ലുൽമൈത്തിക്കര്, പിന്നെ ഉണ്ടാവരുത് അല്പജ്ഞാനിമാരായ ആൾമാറൈത്തിക്കറാറ്, പിന്നെ ദീനർ വിഷയ കൈകാര്യാക്കുകയും ബണ്ടത് ചൊന്നതെത്തിക്കര്. അപ്പോൾ ഞങ്ങൾ അത്യന്ത ഒരു നല്ല ഒരു ബെൽച്ചെത്തിക്കര് ഞങ്ങൾ നിന്ത് ഇല്ലാണ്ടായത് ചൊല്ലതായ ആ ഒരു മനസ്സ് ഞങ്ങൾക്ക് ഉണ്ടാവണം. അതുപോലെ ഇയാളെ ജീവനത്തിൽ നിന്ന് ഞങ്ങൾക്ക് ഉൾക്കൊള്ളുകല്ലേ പാഠം നോക്കൊരു കാഴ്ച ശക്തി നഷ്ടപ്പെട്ടപ്പം ദീന് പഠിക്കുക, ദീനുമൈത്ത് സേവനാക്കുക, ദീനിനെ ഹിദ്മത്താക്കുക, ഒന്നിൽ നിന്നും അയാൾ പെറുജാരില്ല എന്ന് ചൊന്നതെത്തിക്കര്. ನಾನು ചൊന്നല്ലേ ഹോസ്പിറ്റലിൽ ഇതിന് മുന്നോട്ട് കിടന്നപ്പം ഈ മരിക്കര ഈ സന്ദർഭത്തിൽ പോലും ദീനുമായിട്ട് അതിരെ ദീനിനെ ഹിദ്മത്താക്കുകയും ദീന് പടിപ്പാട്ടി കൊടുക്കുകയും അയാൾ കാട്ടിയതായ ആസക്തി അത് ഞങ്ങൾക്കൊരു ഗുണപാഠായിത്തിക്കര്. നല്ല ആരോഗ്യം ആഫിയത്തും ഇന്നത്തെ പോലും ഇതികേതും ദീന് പഠിക്കുക, ദീനി ദഅവത്തുക ടൈം കണ്ടെത്താത്തങ്ങളെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും ഇതൊരു ഗുണപാഠം ഉണ്ട് ചൊന്നത് ഞങ്ങൾ മനസ്സിലാക്കണം. ഏതായാലും അല്ലാഹു സുബ്ഹാനഹു തആല അയാൾ എല്ലാ ദോഷത്തും മാഫാക്കി കൊടുക്കട്ടെ. അയാളും ഞങ്ങളും അല്ലാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒട്ടിಗೆ കൂട്ടട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ നബിയ്യിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.